പഴയ ഫാക്ടറിയാണിത്. അപ്പോൾ ഇതിനുള്ളിലേക്ക് കയറാൻ പ്രവേശനമില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇവിടെ ഓരോരോ ഇങ്ങോട്ടൊക്കെ പോകുന്നുള്ള ഓരോരോ റൂട്ട്സും എവിടേക്കും ഇല്ല, ഇവിടെ തന്നെ. പെർമിഷൻ വേണോ? ആ ആ ഷാബി വ്ളോഗ്സിലെ ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ ബാക്കിലെ ബോർഡ് കണ്ടാൽ അറിയാം കേട്ടോ, റാക്കൂഡ് എസ്റ്റേറ്റ്. അപ്പോൾ ഇവിടെ കുറേ വ്ളോഗേഴ്സൊക്കെ ഈ എസ്റ്റേറ്റിനെ കുറിച്ച് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഒരു ട്രെക്കിംഗ് പോലെ പോയിട്ട് കാണിച്ചു തരാം. ഒരു മല കയറിയിട്ട് അവിടുന്ന് നമ്മളെ എന്തൊക്കെ വിശേഷങ്ങളുണ്ടെന്ന് കാണാം കേട്ടോ. അപ്പോൾ നമ്മളെ ഫ്രണ്ട് ഉണ്ട് കൂടെ, മുഫീദ്. അപ്പോൾ ഇതാണ് കേട്ടോ മുഫീദ്, എൻ്റെ ഒപ്പം പഠിച്ചാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി അവിടെ പോയിട്ട് നമുക്ക് വിശേഷങ്ങൾ കാണാം. പോവാ. ബംഗ്ലാവ് എന്താണ് നിർത്തേ. പോകാൻ പറ്റുമോ മോൻ ചോദിച്ചോ. പഴയ ഫാക്ടറിയാണിത്. അപ്പോൾ ഇതിനുള്ളിലേക്ക് കയറാൻ പ്രവേശനമില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ.
ഇവിടെ ഓരോരോ ഇങ്ങോട്ടൊക്കെ പോകുന്നുള്ള ഓരോരോ റൂട്ട്സും എവിടേക്കും ഇല്ല, ഇവിടെ തന്നെ. പെർമിഷൻ വേണോ? ആ ആ. അപ്പോൾ ഗൈസ് ഫാക്ടറി എടുക്കാൻ പറ്റിയില്ല, ഫാക്ടറിയിൽ പെർമിഷൻ വേണം നേരെ. അപ്പോൾ നമ്മൾ ഫാക്ടറി എടുക്കണില്ല. അപ്പോൾ ഇത് പഴങ്കാല കടയുണ്ട്. ഞാൻ ഇവിടെ ചെറിയ കുട്ടിയാകുമ്പോൾ തൊട്ടേ ഉള്ള ഒരു കടയാണ്. പിന്നെ വേറെ ഇങ്ങനെ ഇതൊക്കെ ഓരോ പാടികളാണിത്. ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ എടുക്കുന്ന ഓരോ പാടികളാണ് ഇരിക്കുന്നത്. പിന്നെ അവിടെ ചെക്കന്മാർ നിൽക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ ക്രച്ച് എന്ന് പറയുന്നുണ്ട് സ്ഥാനം. ഇത് എനിക്ക് മനസ്സിലായില്ല ഇതെന്താണ് ഇത് എന്ന് വെച്ചാൽ. നമ്മളെ ഈ ചെറിയ കുട്ടികളൊക്കെ ഇവിടെ ജോലിക്ക് പോകുമ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഇവിടെ വന്ന് ആക്കാൻ, ഈ അംഗനവാടി പോലെ ഇവിടെ ആക്കാനെന്ന പരിപാടി. അപ്പോൾ ഇതാണ് കേട്ടോ ക്രച്ച് എന്നുള്ളതാണ്. ഇതിൻ്റെ മീനിങ് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഞാൻ മെൻഷൻ ചെയ്യേണ്ടത് ഡിസ്ക്രിപ്ഷനിൽ. ഗൈസ് ഇനി നമുക്ക് ഗ്രൗണ്ട് കിട്ടും. ഇവിടുത്തെ യുവാക്കളും പിന്നെ കുട്ടികളൊക്കെ ഫുട്ബോൾ കളിക്കുന്ന ഗ്രൗണ്ടാണ്. ഇവിടെ പല ടൂർണമെൻറ്റ് കളിക്കാറുണ്ട്. അപ്പോൾ ഞാനിവിടെ വന്ന് കളിച്ചിരുന്നു കേട്ടോ, കുറേ പ്രാവശ്യം ഇവിടെ വന്ന് കളിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കവർ ചെയ്യാൻ തോന്നിയത് എന്താ വെച്ചാൽ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പിന്നെ വേറെ ഇവിടെ അമ്പലമൊക്കെ ഉണ്ടല്ലോ, ഇവിടെ തന്നെ അമ്പലമൊക്കെ തോന്നുന്നില്ലേ. അപ്പോൾ അമ്പലം അവിടെ ഉണ്ട്. ഇവിടെ പള്ളി, ഗ്രൗണ്ടിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ പള്ളിയുണ്ട്. അപ്പോൾ ഗൈസ് അതാണ് കേട്ടോ ഗ്രൗണ്ട്. നിരന്ന സ്ഥലം കാണുന്ന അതാണ് ഗ്രൗണ്ട്. ഇവിടുന്ന് വ്യൂ കാണാൻ പറ്റും, നോക്കണം ഗ്രൗണ്ട്. ഗ്രൗണ്ട് കാണുന്നതിന് മുന്നേ പള്ളി കാണാൻ പറ്റുക. കുറേ വർഷം പഴക്കമുള്ള പള്ളിയാണ് കേട്ടോ. ഇവിടെ കുറേ പഠനം കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. ഇപ്പോൾ ഈ ഉസ്താദിനെ പഠിക്കുന്നവരൊക്കെ ഇവിടെ എന്തോ ഒരു സ്ഥാപനം ഉണ്ട് തോന്നുന്നത് അതിൻ്റെ. അപ്പോൾ അതിൻ്റെ പള്ളി പഴയ കാലത്തെ പള്ളി എങ്ങനെ ഉണ്ടാവും അതേപോലെ നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അടിപൊളി മറ്റേ എന്താ പറയുക, ഒരു 90s പോയ ഒരു ഫീലാണ് ഇവിടെ നിന്ന് കിട്ടുക. ഈ റാക്കോഡിൻ്റെ ഒരു പ്രത്യേകത അതാണിത്. പഴയ കാലത്ത് എങ്ങനെയാണ് ഉള്ളത് അതേപോലെ ഇപ്പോഴും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് കേട്ടോ മാരിയമ്മൻ അമ്പലമാണിത്. അപ്പോൾ കുറേ വർഷം പഴക്കം, അതേ പള്ളി പറഞ്ഞ പോലെ തന്നെ ഇതും കുറേ വർഷം പഴക്കമുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു ആലമരമുണ്ട്. ആലമരമല്ലേ ഇത്? ആലമരമുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ ഫ്രണ്ട് പോയി നോക്കാം കേട്ടോ. ഫ്രണ്ടിൽ കാണാൻ പറ്റുമെന്ന് പറയുന്നത്. റോഡ് ഭയങ്കര ഇതാണ് കേട്ടോ. ഇവിടുത്തെ വണ്ടിക്കാരെ ഞാൻ ശ്രദ്ധിച്ചു, ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് വണ്ടിയൊക്കെ ഓടിക്കുന്നത്. കേട്ടോ മറ്റേ അമ്പലത്തിൻ്റെ മേലെ ഭാഗം ഇത് കാണിക്കണം എന്ന് തോന്നിയിട്ടോ, അതുകൊണ്ടാണിത്. ഇതെന്താ വെച്ചാൽ ഇവിടെ ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഫുള്ള് എൻ്റെ റാക്കോഡ് സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ വിദേശികളൊക്കെ ഉണ്ടാകുന്ന, ഈ പ്രവാസികളൊക്കെ ഉണ്ടാകുന്ന അവർക്കൊക്കെ ഒരു ഇതായിരിക്കും, അവരെ നാട് കാണുമ്പോൾ ഒരു നോസ്റ്റാൾജി അടിക്കും. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഓരോന്ന് കവർ ചെയ്ത് പോകുന്നത്. എൻ്റെ ചാനലിൻ്റെ മീനും അതാണ് കേട്ടോ. അതായത് ഹിസ്റ്ററി പറയാൻ നമുക്കറിയില്ല, നമ്മൾ വ്ളോഗ്സാണ്. വ്ളോഗ്സിൻ്റെ മീനിങ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ. കുറേ ആൾക്കാർ പറഞ്ഞു തരുന്നത് എന്താ ഹിസ്റ്ററി ഒന്നും പറയാത്തതാണ്. അപ്പോൾ ഹിസ്റ്ററി പറയാൻ്റെ കാര്യം എനിക്കില്ലാന്ന് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ വ്ളോഗിങ്ങാണ്. അപ്പോൾ ഗൈസ് ഞാൻ വ്ളോഗിങ്ങാണ് ചെയ്യുന്നത്. അപ്പോൾ ഹിസ്റ്ററി പറയേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അറിയാത്തവർ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യും, വ്ളോഗിങ്ങിൻ്റെ മീനിങ് എന്താണെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അവർക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളെ റാക്കോഡ് ഗ്രൗണ്ട് കേട്ടോ. അപ്പോൾ പറയുമ്പോൾ എൻ്റെ മുഖത്ത് നല്ല പുഞ്ചിരിയാണ്. എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു നോസ്റ്റാൾജിയ മൊമെൻ്റാണ്. ഇതൊക്കെ കാണിച്ചു തരാം. ചെറുപ്പത്തോടെ കുറേ ഒന്ന് കളിച്ചിട്ടുണ്ട് ഫിലിം മാച്ചൊക്കെ. ആ ഒരു ഇതാണ് എനിക്ക് കിട്ടുന്നപ്പോൾ.
ഈ വ്യൂ ഞാൻ നമ്മുടെ ഫുട്ബോൾ ആരാധകർക്ക് ഞാൻ അതായത് റാക്കോടുത്തെ ഫുട്ബോൾ ആരാധകർക്ക് ഞാൻ സമർപ്പിക്കാം കേട്ടോ ഈ വ്യൂ. അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട്, ഇവിടെ വീഡിയോ എടുക്കാൻ സമ്മതിച്ചവരൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമുക്കിനി മേലെ പോവാം. അപ്പോൾ ഇത് ഇവിടെ അങ്ങനെ വന്ന് ഞങ്ങൾ ഇപ്പോൾ ഷോർട്ട് കട്ട് ഉണ്ട് പറഞ്ഞു. അപ്പോൾ ഇതാണ് കേട്ടോ കാണിച്ചുതരാം, ഷോർട്ട് കട്ടൊക്കെ ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഗൈസ് കുറേ ഒരു ഇതുണ്ട് കേട്ടോ, നല്ലൊരു പേടിയുണ്ട്. പേടിയെന്ന് പറയുമ്പോൾ നമ്മളെ ആൾക്കാരെങ്ങനെ നമ്മളെ നോക്കുന്ന ഏതൊരു മീനുകളെ നോക്കുന്നതെന്ന് ഒന്നും പറയാൻ പറ്റുന്നില്ല. എന്താ പറയുക, ഒന്നാമത് നമ്മൾ പുറത്ത് സംസാരിക്കുന്നതും പിന്നെ ക്യാമറയെ നോക്കി സംസാരിക്കുന്നത് വേറെ ആണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ക്യാമറയിൽ നമ്മൾ ആരത്തെ സംസാരിക്കണം എന്നൊരു വ്യവസ്ഥ അല്ലാതെ സംസാരിക്കുന്നതാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, മറ്റാൾക്കാർ സംസാരിക്കുന്ന പോലെ നമുക്ക് ഈ ക്യാമറയിൽ സംസാരിക്കാൻ കുറച്ചൊരു പാടായിരിക്കും. അതുകൊണ്ടാണ് കുറേ വാക്കുകൾ തെറ്റിപ്പോകുന്നുണ്ട്, ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ വലിയൊരു കാറ്റാണ്, നമ്മൾ കയറാം. നല്ല വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളി വ്യൂ ആണ്, നീലാകാശം, താഴെ പച്ച കളർ, അടിപൊളി. എടാ വേഗം വരടാ. അവന്മാർ ലാഗ് അടിച്ചിരിക്കുകയാണ് അവിടെ. ഞാൻ ഫസ്റ്റ് എത്തിട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ ഒരു പ്രൈമറി സ്കൂൾ കാണിക്കാൻ മേലെ ഇതിൻ്റെ വഴി ഉണ്ടില്ലേ, ഇതിൻ്റെ മേലെ കാണിച്ചത് സ്കൂളും കൂടി കാണിച്ചിട്ട് അവിടെ ഫുള്ളും ഇതാണ് കേട്ടോ. ഗൈസ് ഞാൻ 1 മുതൽ 5 വരെയുള്ള സ്കൂളാണ് കേട്ടോ, റാക്കോഡ് പ്രൈമറി സ്കൂൾ. അപ്പോൾ ഇത് പുതിയ ബിൽഡിങ്ങാണ്, അപ്പോൾ ഈ പഴയ ബിൽഡിങ് താഴെ ഉണ്ട്, അത് ഞാൻ കാണിച്ചത്. പഴയ ബിൽഡിങ് അതൊക്കെയാണ് കാണേണ്ടത്. ഇപ്പോൾ എന്താ സ്കൂൾ എങ്ങനെയാണ് അതേപോലെ നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടെ. സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. പഴയ ബിൽഡിങ് നമുക്ക് കാണാം, എനിക്കത് കാണാൻ കുറേ ആകാംക്ഷ. പഴയ ബിൽഡിങ് അടിപൊളി കേട്ടോ, പഴയ നമ്മളെ ഗവൺമെൻറ് സ്കൂളൊക്കെ അതേപോലെ ഉണ്ട് കേട്ടോ. ഇത് പൂട്ടിക്കിടക്കണം കൊറോണയ്ക്ക്. ഇപ്പോൾ പഴയ ഇതുണ്ടോയെന്ന് അറിയില്ല, കുട്ടികൾക്കൊക്കെ പാടെടുക്കുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. പഴയൊരു ഇൻഫ്രാസ്ട്രക്ചർ അടിപൊളി. ഇത് എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ പാടികളിൽ മാത്രം, അതായത് ഇങ്ങനത്തെ എസ്റ്റേറ്റുകളിൽ മാത്രം ഇതൊക്കെ കാണാൻ പറ്റും തോന്നുന്നു കേട്ടോ. അതായത് ഇപ്പോൾ ഏതൊരു ബിൽഡിങ് കെട്ടിയാലും അത് കെട്ടി പുതിയതാക്കാനുള്ള പ്ലാനാണ്, പക്ഷെ ഇവിടെ അത് അങ്ങനെയല്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ടോ. ഇതോടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതായത് ഇന്നത്തെ ഈ ഒരു പാർട്ട് നമുക്ക് ഇന്നത്തോടെ അവസാനിപ്പിക്കാം. ഇനി അടുത്ത പാർട്ടി മേലെ റാക്കോഡ് എന്ന് പറയും. അപ്പോൾ അവിടെ കുറേ കാര്യങ്ങൾ കാണാമെന്നുണ്ടായിരുന്നു. ശരിക്കും മല കയറുന്ന പ്ലാന്, മല കയറുന്നുണ്ട്, അടുത്ത വീഡിയോയിലും എന്തായാലും മല കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. പിന്നെ ലൈക്ക് അടിക്കുക, നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇനി അടുത്ത പാർട്ടും കൊണ്ട് ഞാൻ ഷാബി വ്ളോഗ്സ് ഇനിയും
കുറേ വീഡിയോസായിട്ട് ഇനി നിങ്ങളുടെ മുന്നിൽ വരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ. വീഡിയോ കണ്ടിട്ട്